കൊടൈക്കനാൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും പോകേണ്ട ഒരു സ്ഥലമാണ് പൂണ്ടി. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ രാവിലെ തന്നെ കുറ്റിയും പറിച്ചിറങ്ങിയതാണ് എറണാകുളത്തുനിന്ന്. ഒരു 6 മണിക്ക് ഇറങ്ങിയതാണ്. 4 മണിയായിട്ടും ഞങ്ങൾ പൂണ്ടി എത്തിയില്ല. ഞങ്ങൾ കൊടൈക്കനാൽ എത്തിയപ്പോൾ നല്ലൊരു ബ്ലോക്കായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് പൂണ്ടിയിലേക്കൊരു 39 കിലോമീറ്റർ എന്തോ ഉള്ളൂ. പക്ഷേ അതൊരു 2 മണിക്കൂർ എന്തോ എടുത്തു എന്ന് എനിക്ക് തോന്നുന്നു. അത് നല്ല ബ്ലോക്കായിരുന്നു. ഞങ്ങൾ സ്കൂട്ടറിലാണ് വന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. കാരണം സ്കൂട്ടറിൽ അങ്ങനെ അധികം ആൾക്കാർ കൊടൈക്കനാലിലേക്കൊന്നും വരാറില്ല. എല്ലാവരും ബൈക്കിലേക്കാണ് വരാറ്. കുറച്ച് പോലീസ് ജീപ്പ് വരുന്നുണ്ടായിരുന്നു. പക്ഷെ അവരെന്തോ കൈ കൊണ്ടെന്തോ കാണിച്ചു. പക്ഷെ അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ശരിക്കും പറഞ്ഞാൽ കൊടൈക്കനാലിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് പൂണ്ടിയാണ്. പക്ഷേ പൂണ്ടിയിലേക്കുള്ള വഴി എന്ന് പറയുന്നത് അടിപൊളിയാണ്. സോ ഈ പോണ വഴിക്കാണ് നമുക്ക് മണവന്നൂർ എന്ന് പറഞ്ഞൊരു ഗ്രാമമുണ്ട്. അവിടെയും ഇതുപോലത്തെ പൂണ്ടി പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അവിടെ നമുക്ക് കൃഷിയും ഒക്കെ ആയിട്ടുള്ളൊരു ഒരു ഗ്രാമമാണ്. പോകുന്ന വഴിയിലേക്ക് ഞങ്ങൾ കേരള രജിസ്ട്രേഷൻ വണ്ടികളാണ് കൂടുതലും കണ്ടത് ഈ പൂണ്ടിയിലേക്ക്. തമിഴ്നാടും കർണാടകയും കുറച്ച് കുറവായിരുന്നു. എനിക്ക് തോന്നുന്നത് മലയാളികൾ കൂടുതൽ അവിടെ പോകാൻ കാരണം അവിടെ തലയ്ക്ക് പിടിക്കുന്നൊരു മഷ്റൂം കിട്ടും, അതുകൊണ്ടാണോ എന്നൊരു ഡൗട്ടുണ്ട്. ഈ തമിഴ്നാട്ടിലുള്ള എല്ലാ അമ്പലങ്ങളിലും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ഭിത്തിയിലൊക്കെ ഇങ്ങനെ ചുവപ്പും വെള്ളയും വരെയുള്ള ഒരു പാറ്റേൺ ആണ് കൊടുത്തേക്കുന്നത്. അത് ആക്ച്വലി എന്തുകൊണ്ടാണെന്നുള്ളത് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ആക്ച്വലി എനിക്കത് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. പക്ഷേ എനിക്കൊന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് അത് ചോദിച്ചത്.
നമ്മളങ്ങനെ പൂണ്ടി കവലയിലേക്ക് എത്തിയിരിക്കുന്നു. ഈ സൈഡിൽ കാണുന്ന SM ഹോട്ടലാണ് എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ നമ്പർ 1 ഹോട്ടൽ. കാരണം വേറൊരു ഹോട്ടൽ ഞങ്ങളിവിടെ കണ്ടില്ല. താഴത്തേക്കാ മാറ്റേ അതല്ലേ സംഭവം. ഞങ്ങൾ നേരത്തെ ഒന്നും റൂമൊന്നും ബുക്ക് ചെയ്തില്ല. ഞങ്ങൾ ചുമ്മാ ഡയറക്റ്റ് അങ്ങ് പോവുകയാണ് ചെയ്തത്. അവിടെ ചെന്നിട്ട് പൂണ്ടി ചെന്നിട്ട് റൂംസൊക്കെ കണ്ടുപിടിക്കാമെന്ന് വെച്ചു. പക്ഷേ പോകുന്ന വഴിയിലൊന്നും അങ്ങനെ റൂമിനെ പറ്റിയൊന്നും ഒരു സ്ഥലത്തും അങ്ങനെ എഴുതി വെച്ചായിട്ട് കണ്ടില്ല. ഞങ്ങളങ്ങനെ കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് കയറി പോകാൻ തീരുമാനിച്ചു. ഈ പൂണ്ടി ടൗണിൽ നിന്ന് നമുക്ക് കുറച്ച് അകത്തേക്ക് പോയാലാണ് ഈ ഗ്രാമപ്രദേശമൊക്കെ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ വന്നൊരു കൃഷി ചെയ്യുന്ന സ്ഥലത്തെത്തി. ഇനി എങ്ങോട്ട് പോകണമെന്ന് അറിയാണ്ട് ഞങ്ങളിങ്ങനെ ചുറ്റും നോക്കുമായിരുന്നു. കൂട്ടുകാരുടെ നിന്നൊക്കെ ഞങ്ങൾ നമ്പർ മേടിച്ചായിരുന്നു ഈ പൂണ്ടിയിൽ സ്റ്റേ. പക്ഷേ അവരൊന്നും വിളിച്ചിട്ടൊന്നും ഫോൺ എടുത്തില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും അകത്തേക്ക് കയറിപ്പോയി. അങ്ങനെ ഞങ്ങളിങ്ങനെ കറങ്ങി നടക്കുന്നത് കണ്ട് ഒരു ചേട്ടൻ, ഞങ്ങൾ വഴിയിൽ വെച്ചൊരു ചേട്ടനെ കണ്ടു. പുള്ളിയാണ് ഒരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെ ഞങ്ങളൊരു മഡ് ഹൗസ് പോലത്തെ അവിടെ ഞങ്ങൾക്ക് റൂം കിട്ടി. പിറ്റേ ദിവസം രാവിലെ ഞങ്ങളങ്ങനെ കൊടൈക്കനാലിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി ഇറങ്ങി. പക്ഷേ വണ്ടിയൊന്നും സ്റ്റാർട്ടാവുന്നുണ്ടായിരുന്നില്ല എൻ്റെ കൂട്ടുകാരൻ്റെ. ഈ വഴിക്ക് വന്നു കഴിഞ്ഞാൽ ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പറ്റും. ഇതുകൂടാതെ ഇവിടെ മണവന്നൂർ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഷീപ്പ് ഫാം ഉണ്ട്. നമുക്ക് മറ്റേ ആടിനെയൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതിനു വേണ്ടിയാണ് ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങിയത്. ഈ പൂണ്ടിയിലങ്ങനെ സ്പെസിഫിക് ഇങ്ങനെ ടൂറിസം അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ല. ഇവിടെ ജസ്റ്റ് വരുന്നത് ഇതുപോലെ ഈ ഗ്രാമഭംഗി കാണാനൊക്കെയാണ് ആക്ച്വലി. ഇവിടെ പിന്നെ എന്തൊക്കെ കൃഷിയൊക്കെ ഉണ്ട്, അതെന്താണെന്ന് ആക്ച്വലി അറിയത്തില്ല. പൂണ്ടിയിൽ വരികയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഉൾവഴികളിലൂടെയൊക്കെ ഒന്ന് പോയി നോക്കുക. അവിടെയാണ് അതിൻ്റെ ഭംഗി ആക്ച്വലി. ഈ മണവന്നൂർ കവലയിൽ നിന്ന് താഴത്തേക്ക് ഒരു ഉൾവഴിയുണ്ട്. സോ അതിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ കൃഷി ചെയ്യുന്ന സ്ഥലത്തേക്കൊക്കെ പോവാം. ഞങ്ങളതിലേ പോയപ്പോൾ വന്നൊരു വലിയൊരു വളവ് പോലെ, ഒരു കൊക്ക പോലത്തെ രീതിയിലുള്ളൊരു വളവ് എത്തി. സോ അവിടെ ഞങ്ങൾ നിർത്തി. അവിടുത്തെ വ്യൂ അടിപൊളിയാണ്. ഇവിടെ എങ്ങാനും ബ്രേക്ക് പിടിച്ചിട്ട് ഇട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പെട്ടിയാവും. അങ്ങോട്ട് നോക്കിയാൽ മാറ്റേ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഷീപ്പ് ഫാമിലേക്ക് പോയത്. ഈ ആടുകളെയൊക്കെ നമുക്ക് അങ്ങനെ അടുത്തൊന്നും കാണാൻ പറ്റത്തില്ല, കുറച്ച് അകലെയാണ്. ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു തടാകമുണ്ട്. പക്ഷെ ഞങ്ങൾ അവിടെ പോയില്ല. അതിന് വേറെ ഏതോ വഴി കയറി പോകണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. പിന്നെ സമയം ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം ഞങ്ങൾ കണ്ട് അങ്ങനെ പൂണ്ടിയിൽ നിന്ന് ഞങ്ങൾ മടങ്ങി.